The partial differential equation dou square u divided by dou x square minus 4x square dou square u divided by dou y square minus 1 by x dou u by dou x equal to 0 is. Hi all, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ഓർഡിനറി ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള മൊഡ്യൂളിലെ HSSC മാത്തമാറ്റിക്സിന്റെ സിലബസ് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു മൊഡ്യൂളിലെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ HSST എക്സാം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സാമിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട്, ഒട്ടും തന്നെ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സെക്ഷൻ നമ്മൾ ഒട്ടും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ ഒരു സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നതെന്ന് നോക്കാം. Consider a general partial differential equation of second order in 2 variables r plus ss plus tt plus f of x, y, u, p, q equal to 0, where r, s, t are continuous functions and r equal to dou square u divided by dou x square, s is equal to dou square u divided by dou x dou y, t is equal to dou square u divided by dou y square. Then the partial differential equation is said to be elliptic at a point xy in D if s square minus 4rt less than 0, and parabolic at a point xy in D if s square minus 4rt equal to 0, and hyperbolic at a point xy in D if s square minus 4rt greater than 0. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ കൺസിഡർ ചെയ്യുകയാണ്. ഇൻ 2 വേരിയബിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. r പ്ലസ് ss പ്ലസ് tt പ്ലസ് f ഓഫ് x, y, u, p, q ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയുള്ള ഒരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എലിപ്റ്റിക് ആണോ, പരാബോളിക് ആണോ, ഹൈപ്പർബോളിക് ആണോ, ഇതാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഈ സ്മോൾ ലെറ്റർ r റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡോ സ്ക്വയർ u ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നുള്ളതും, എസ് എന്നുള്ളത് ഡോ സ്ക്വയർ u ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്നുള്ളത്, ടി എന്നുള്ളത് ഡോ സ്ക്വയർ u ഡിവൈഡഡ് ബൈ ഡോ വൈ സ്ക്വയർ എന്നുള്ളത്. അവിടെ പി എന്താ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? ഡോ യു ബൈ ഡോ എക്സും, ദെൻ ക്യൂ ആണെങ്കിൽ ഡോ യു ബൈ ഡോ വൈ യു ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇനി ഇത് എലിപ്റ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് എന്താ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ? എസ് സ്ക്വയർ മൈനസ് 4rt ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ലെസ് ദാൻ 0 ആണെങ്കിൽ തന്നിരിക്കുന്ന ആ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എലിപ്റ്റിക് ആയിരിക്കും. ഓക്കെ, ദെൻ പാരാബോളിക് ആവുന്നത് എപ്പോഴാണ്? ഈ എസ് സ്ക്വയർ മൈനസ് 4rt ഈക്വൽ ടു 0 വരുമ്പോഴാണ് അത് എന്താവുന്നത്? പാരാബോളിക് ആയിട്ട് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് എസ് സ്ക്വയർ മൈനസ് 4rt ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹൈപ്പർബോളിക് ആണെന്ന് പറയും. ഇതാണ് ക്ലാസിഫിക്കേഷൻ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന സെക്ഷൻ അല്ലേ? ഇപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്ന സെക്കൻഡ് ഓർഡർ ഇക്വേഷനിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ആർ, ക്യാപിറ്റൽ ആർ, എന്താണ് ക്യാപിറ്റൽ എസ്, എന്താണ് ക്യാപിറ്റൽ ടി, ഈ 3 കാര്യങ്ങൾ നോട്ട് ചെയ്യാം. അതിനുശേഷം എസ് സ്ക്വയർ മൈനസ് 4rt ചെക്ക് ചെയ്ത് നോക്കുക. അത് ലെസ് ദാൻ 0 ആണെങ്കിൽ എലിപ്റ്റിക് ആണ്, ഈക്വൽ ടു 0 ആണെങ്കിൽ പാരാബോളിക് ആണ്, ദെൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഹൈപ്പർബോളിക് ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ 2uxx പ്ലസ് 4uxy പ്ലസ് 3uyy ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെ ഈ ഇക്വേഷന് നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? എന്താണ് ഈ യു എക്സ് എക്സ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഈ ഇക്വേഷന് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു യു എക്സ് വൈ എന്നുള്ള റെപ്രസെൻറ്റേഷൻ എന്താണ്? ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ
dou x dou y plus 3 into dou square u divided by dou y square equal to 2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അല്ലേ? ഇതിനെ നമുക്ക് സ്മോൾ ലെറ്റർ ആർ എസ് ടി ഒക്കെ നമ്മൾ പഠിച്ചല്ലോ, ആ ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതാം. സോ ദിസ് ഇക്വേഷൻ ബിക്കം 2 dou square u by dou x square represents small letter r, then plus 4 dou square u divided by dou x dou y represents 4s, then plus 3 into dou square u divided by dou y square represents t minus 2 equal to 0. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഇക്വേഷനെ നമ്മൾ ഏത് ഇക്വേഷനുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? നമ്മളുടെ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആയിട്ടുള്ള ആർ ആർ പ്ലസ് എസ് എസ് പ്ലസ് ടി ടി പ്ലസ് ഫങ്ഷൻ ഓഫ് എക്സ് വൈ ദെൻ യു പി ക്യൂ ഈക്വൽ ടു 0. ഇതായിരുന്നു നമ്മളുടെ ജനറൽ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഇക്വേഷനുമായിട്ടാണ് നമ്മൾ കമ്പാരിസൺ നടത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ക്യാപിറ്റൽ ആർ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത്? 2 അല്ലെ? ദെൻ ക്യാപിറ്റൽ എസ് എന്നുള്ളതോ 4, ദെൻ ക്യാപിറ്റൽ ടി ഈക്വൽ ടു 3 ആണ്. ഓക്കെ, ദെൻ നമ്മൾക്ക് വേണ്ടത് എന്താണ്? എസ് സ്ക്വയർ മൈനസ് 4RT ചെക്ക് ചെയ്യാണ് വേണ്ടത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എസ് സ്ക്വയർ 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ആർ, ആർ എന്ന് പറയുന്നത് 2, ദെൻ ടി, ടി എന്ന് പറയുന്നത് 3. സോ വി ഹാവ് 16 മൈനസ് 4 ഇൻറ്റു 4 3 24 ആണ് വരിക. ദാറ്റ് മീൻസ് minus 8 which is less than 0. So നമ്മൾ നേരത്തെ കണ്ടതാണ് എസ് സ്ക്വയർ മൈനസ് 4RT ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരിക? ഇത് എലിപ്റ്റിക് എന്നുള്ള ക്ലാസിഫിക്കേഷനിലാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ എലിപ്റ്റിക്, ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എലിപ്റ്റിക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസ് അല്ലേ? ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മളുടെ ജനറൽ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. അതാണ് ചെയ്യേണ്ട പ്രൊസീജിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ എക്സ് വൈ ആർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എസ് മൈനസ് എക്സ് വൈ ടി plus py minus qx equal to 2 into x square minus y square. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഫോമിൽ തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിയാൽ എക്സ് വൈ ആർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു എസ് മൈനസ് എക്സ് വൈ ടി പ്ലസ് പി വൈ മൈനസ് ക്യൂ എക്സ് minus 2 into x square minus y square. Okay, equal to 0. ഇനി നമുക്ക് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ആർ പ്ലസ് എസ് എസ് പ്ലസ് ടി ടി പ്ലസ് എഫ് ഓഫ് എക്സ് വൈ യു പി ക്യൂ ഈക്വൽ ടു 0. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മളുടെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ വി ഹാവ് ടു ഒബ്റ്റെയിൻ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു എക്സ് വൈ, ദെൻ ക്യാപിറ്റൽ എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ദെൻ ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് വൈ. സോ we have s square minus 4RT. ഇതാണ് നമ്മൾ ക്ലാസിഫിക്കേഷന് വേണ്ടി ചെക്ക് ചെയ്യേണ്ടത്. സോ വി ഹാവ് എസ് സ്ക്വയർ ബിക്കംസ് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, ദെൻ മൈനസ് 4 into r, r become xy into t, t become minus xy. So here we have minus x square minus y square the whole square. When we expand this, we have to obtain x square
minus y square the whole square minus minus becomes plus 4x square y square. So when we expand this we have x raised to 4 plus y raised to 4 minus 2x square y square plus 4x square y square. Here plus 4x square y square minus 2x square y square, that become 2x square y square. So we have x raised to 4 plus y raised to 4 plus 2x square y square. This can be written in the form x square plus y square the whole square. So we have to obtain a perfect square there. So we can say that this should be greater than 0 always. Clear? So we can say that this given differential equation, partial differential equation is hyperbolic. കാരണം എന്താണ്? a square minus 4rt നമുക്ക് obtain ചെയ്തിരിക്കുന്നത് greater than 0 ആയിട്ടാണ്. Greater than 0 obtain ചെയ്യുമ്പോൾ we can say that given partial differential equation is hyperbolic എന്ന് പറയാം. ഇത് എപ്പോഴും ഒരു perfect square അല്ലേ? Perfect square is always greater than 0. Okay, next question check ചെയ്യാം. Next question. Classify uxx plus 4uxy plus 4uyy equal to 0. Equation സാധാരണ ഫോമിലേക്ക് ഒന്ന് എഴുതിയാൽ ഡോ സ്ക്വയർ u divided by ഡോ x square plus 4 into ഡോ സ്ക്വയർ u divided by ഡോ x ഡോ y, then plus 4 into ഡോ സ്ക്വയർ u divided by ഡോ y square equal to 0. Okay, then this can be written in the form capital RRSS plus ഫോമിലേക്ക് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് എഴുതാം. അതിനു മുമ്പ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ R പ്ലസ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ S, then plus 4 into ഡോ സ്ക്വയർ u divided by ഡോ y square represents t, small letter t, that will be equal to 0. Then compared to RR plus SS plus TT plus f of x, y, u, p, q equal to 0. So ഇവിടെ capital R becomes 1, then capital S 4, then capital T 4. Okay, then we want to check about a square minus 4RT. That will be equal to s square 4 square minus 4 into R. R become 1, T is 4. So we have to obtain 16 minus 16. That will be equal to 0, which implies given partial differential equation is parabolic. കാരണം നമ്മൾ പറഞ്ഞു s square minus 4rt equal to 0 വരികയാണ് എന്നുണ്ടെങ്കിൽ given partial differential equation is parabolic എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് ഈ ഇക്വേഷൻ പാരാബോളിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ലാസ്റ്റ് കഴിഞ്ഞ HSST എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തുടക്കത്തിലെ തന്നെ ഈ സെക്ഷൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻ ആണ്, പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ലാസ്റ്റ് എക്സാമിന് ചോദിച്ചതാണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡോ സ്ക്വയർ u divided by ഡോ എക്സ് സ്ക്വയർ minus 4x square dou square u divided by dou y square minus 1 by x dou u by dou x equal to 0 is option A elliptical, option B parabolic, option C hyperbolic, option D elliptic for x less than 0 and hyperbolic for x greater than 0. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡോ സ്ക്വയർ u divided by ഡോ എക്സ് സ്ക്വയർ minus 4x square dou square u divided by dou y square minus 1 by x into dou u by dou x equal to 0. ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ അല്ലേ. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് R ആണ്,
മൈനസ് 4x² ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്താണ്? സ്മോൾ ലെറ്റർ ടി ആണ് അല്ലേ? ടി മൈനസ് 1/x ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് എന്നുള്ളത് സ്മോൾ ലെറ്റർ പി ആണ് റെപ്രസെൻറ്റേഷൻ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്നുള്ള ഫോമാണ്. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഏത് ഇക്വേഷനുമായിട്ടാണ്? ജനറൽ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ടാണ്. ആ ഇക്വേഷൻ ഏതാണ്? RR പ്ലസ് SS പ്ലസ് TT പ്ലസ് F ഓഫ് എക്സ് വൈ യു പി ക്യു ഈക്വൽ ടു 0. ഈ ഇക്വേഷനുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. സോ ക്യാപിറ്റൽ R ബിക്കംസ് 1, ക്യാപിറ്റൽ S is equal to 0, ക്യാപിറ്റൽ T ഈക്വൽ ടു മൈനസ് 4x². ഓക്കെ ആണല്ലോ? ദെൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ S² മൈനസ് 4RT. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0² minus 4 into R is 1, then T is minus 4x². So that will be equal to minus plus 16x². ഈ പ്ലസ് 16x² എന്നുള്ളതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 4² That means 4x the whole square. അപ്പോൾ എന്താണ് കൺക്ലൂഷൻ? ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടാണ്. 4x the whole square ഓൾവേസ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്തായിരിക്കും? ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? നമ്മൾ തന്നിരുന്ന സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ S² മൈനസ് 4RT ചെക്ക് ചെയ്തപ്പോൾ വി ഹാവ് ടു ഒബ്റ്റെയിൻ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് ദി ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഹൈപ്പർബോളിക് എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ലാസ്റ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൈപ്പർബോളിക് എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെക്ഷൻ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലാസ്റ്റ് എക്സാമിന് പോലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. പക്ഷേ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സെക്കൻഡ് ഓർഡറൊക്കെ വരുമ്പോഴത്തേക്കും പലരും ആ ഒരു ടോപ്പിക്കൊക്കെ നമുക്ക് ഒമിറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അവരത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സെക്ഷനെ ഒമിറ്റ് ചെയ്ത് കളയുകയാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ സെക്ഷൻ വൈസ് എടുത്തിട്ട് നമ്മളുടെ സിലബസ് അനുസരിച്ച് തന്നെ ഓരോ സെക്ഷൻ നോക്കുക. ആ സെക്ഷനിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ നോക്കിയിട്ട് അതേ രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാനാണ് നമ്മൾ എൻട്രി ടീം മുഴുവനായിട്ട് നിങ്ങളോട് കൂടെ ഉള്ളത്. നമുക്ക് ഒരുമിച്ച് തന്നെ ഈ ഒരു കോഴ്സ് വളരെ വിജയകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങൾ നമ്മുടെ ഇവിടെ കാണുന്ന സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ HSST കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് നമ്മളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ, നിങ്ങളോടൊപ്പം ഞങ്ങൾ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോഴ്സ് എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താം. ഓക്കെ, താങ്ക് യു.